സർവ്വ മേഖലയിലും അടിപതറി യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ഏപ്രിൽ 5 യുദ്ധം തീരുമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, 5 ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ലെങ്കിലും 2 ആഴ്ച എടുത്തെങ്കിലും ഘട്ടം ഘട്ടമായ രീതിയിൽ സൈന്യത്തെ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിൽ അമേരിക്കൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് താൻ ഈ കാര്യം കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്യും. അഥവാ ഇപ്പോഴത്തെ സ്ഥിതി കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയുടെ നിലപാടിനെതിരെയും ട്രംപിൻ്റെ ഏകാധിപത്യത്തിനെതിരെയും തെരുവിലിറങ്ങിയിരിക്കുന്നത്. രാജ്യഭരണം അനുവദിക്കുകയില്ല. അമേരിക്ക ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ്. ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് മാതൃക കാണിക്കുന്ന രീതിയിലാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരു രാജഭരണം നടത്തുക, ഏകാധിപത്യം നടത്തുക, പട്ടാള ഭരണം നടത്തുക, അതൊന്നും തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കണക്ക് ഇങ്ങനെയാണ്: 1 കോടിയോളം ജനങ്ങളെങ്കിലും തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഭരണാധികാരിക്കെതിരെ ജനകീയപരമായിരിക്കുന്ന ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്. ഒരുപാട് ഏകദേശം 100ഓളം പ്രസിഡന്റുമാർ അമേരിക്കയിൽ ഭരണം നടത്തിയിട്ടുണ്ട് വ്യത്യസ്ത കാലഘട്ടത്തിൽ. അവരുടെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത്, പ്രസിഡൻഷ്യൽ പോസ്റ്റ് എന്ന് പറയുന്നതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ബഹുമാനം ലോകം നൽകിയിട്ടുണ്ട് ഇയാളുടെ ഒഴിച്ച്. ഇയാളുടെ സ്ഥാനം ഇപ്പോൾ -17 ജനകീയപരമായിട്ടുള്ള ഇയാളുടെ സ്വാധീനം എന്നാണ് പറയുന്നത് ട്രംപിൻ്റെ. അപ്പോൾ ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധത്തോട് സഹകരിക്കുന്നില്ല. നാറ്റോ സഖ്യത്തിന് പല ഘട്ടങ്ങളിലും സഹായം ചെയ്ത രാജ്യമാണ് അമേരിക്ക. ഇപ്പോഴത്തെ നല്ല സ്ഥിതി നോക്കുന്ന സമയത്ത് അവർ തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതിൻ്റെ പ്രതിഫലനം അവരനുഭവിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായ രീതിയിൽ അമേരിക്ക നൽകുന്ന എല്ലാ സഹായവും അവർക്ക് തങ്ങൾ നിർത്തിവെക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിനി പെട്രോൾ വേണമെങ്കിൽ നിങ്ങൾ ഹോർമുസിലേക്ക് വന്നിട്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതി ഉണ്ടായി. ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഡിപ്ലോമസി ഇല്ലാത്ത അമേരിക്കയുമായി എന്ത് ചർച്ച നടത്താൻ? അതായത് ഇറാനുമായിട്ട് പല ഘട്ടത്തിലും തങ്ങളുടെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറാനാണ്, തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നുണ പ്രചരിപ്പിക്കുന്നത് പല ഘട്ടങ്ങളിലും. അതിന് ഈ ഇറാൻ പ്രതികരിച്ചത് ഡിപ്ലോമസി ഇല്ലാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ലാത്ത, പറഞ്ഞ വാക്കുകൾ പാലിക്കാത്ത ഒരാളുമായിട്ട് തങ്ങൾക്കങ്ങനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ല, തങ്ങൾ നടത്തിയിട്ടില്ല, നടത്താൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നതും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഗ്ലോബൽ സൂപ്പർ പവറായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ ഇടിച്ച് തകർത്തിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിസ്ഥിതി ഉണ്ടാക്കിയതാണോ ഗ്ലോബൽ പവർ എന്ന് ഇസ്രായേലിനെ നെതന്യാഹുവിനെ ട്രോൾ ചെയ്തുകൊണ്ട് യൂറോപ്യന്മാർ തന്നെ ചോദിക്കുകയും ചെയ്തു. എന്താണ് സൂപ്പർ പവർ എന്നുള്ളത് വല്ലപ്പോഴും ഒന്ന് ഇരുത്തി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് ചുരുക്കം. അതാണ് അവർ പറയുന്നത്. 2 ആഴ്ചക്കുള്ളിലെങ്കിലും അമേരിക്കയുടെ സൈനികർ ഘട്ടം ഘട്ടമായ രീതിയിലുള്ള പിന്മാറ്റം ആരംഭിക്കുമെന്ന് ഓവൽ ഓഫീസിൽ നടത്തിയ അഭിമുഖവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിരിക്കും റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. കരാറൊന്നും ഉണ്ടാക്കില്ല, ഇറാനുമായിട്ട് കരാറുണ്ടാക്കുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പകരം എന്ത് ചെയ്യുമെന്നറിയോ? പിൻവലിക്കും. സൈനിക പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു. സൈനിക പിന്മാറ്റം ഇനി ആവാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൈനികപരമായിരിക്കുന്ന ഒരുപാട് ബലക്ഷയം ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിച്ചു. അവരുടെ വലിയ വലിയ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി ഭരണമാറ്റം ഉണ്ടാക്കുകയുമായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അത് സാധ്യമായിരിക്കുന്നു. വെടിനിർത്തൽ അംഗീകരിക്കുകയില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങളത് പറഞ്ഞിട്ടില്ല, ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഇറാൻ പ്രതികരിച്ചു. അപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ മറുപടി പറയാൻ കുത്തിരിക്കുകയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിരിക്കുന്ന നിലപാടുകളുണ്ട്, അവരുമായിട്ട് ചർച്ച ഞങ്ങൾക്കില്ലല്ലോ, അത് ഞങ്ങൾ പറഞ്ഞതാണല്ലോ എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്തിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു മാറണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുള്ള നിർബന്ധമാണ്. കാരണം ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യം ഇതിന് മുമ്പിട്ടായിട്ടില്ല. സഖ്യകക്ഷികൾ പോലും
തങ്ങളോട് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ പരാതി. അപ്പോൾ ആ രീതിയിലേക്ക് മാറുന്ന സമയത്ത് പിന്നീട് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയത് ആർക്ക് വേണ്ടിയിട്ടാണ്? പെട്രോളിയത്തിന് എണ്ണയ്ക്ക് പണം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അതിൻ്റെ ഉത്തരവാദി തങ്ങളുമായി സഹകരിക്കാത്തവരാണ്. അവർക്കുണ്ടാകുന്ന അവർ അനുഭവിക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇങ്ങനെ കൂടി പറയുന്നു, ഇറാൻ്റെ ആണവായുധ മോഹങ്ങൾ പൂർണ്ണമായി തങ്ങൾ തകർത്തു. മിലിറ്ററിയുടെ ശേഷി വളരെ കുറഞ്ഞൊരു ശതമാനത്തിലേക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധിച്ചു. ഇറാനുമായിട്ട് കരാർ ഉണ്ടാക്കാതെ തന്നെ ഈ കാര്യങ്ങൾ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? സാധ്യമാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുക പോലും ചെയ്തിട്ടുണ്ട്. പിന്നീട് തങ്ങളെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിൽ എന്താണ് അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവർ വൈമാനിക യുദ്ധം, അതായത് ആകാശ യുദ്ധത്തിൽ അതിജീവിച്ച ഒരു രാജ്യത്തെ വളരെ പെട്ടെന്ന് കീഴടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഈ അതിജീവനം തടുക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടെങ്കിൽ മാത്രമേ എന്താവാൻ വേണ്ടി പറ്റൂ, അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് വെനിസുലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയത്. വെനിസുല പ്രസിഡന്റിൽ അവർ ചെയ്തിരിക്കുന്നത് ആകാശ യുദ്ധം തന്നെയാണ്. ആകാശത്തിലൂടെ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് വെനിസുലയുടെ കൊട്ടാരത്തിന്, അതായത് തലസ്ഥാന നഗരിയോട് ചേർന്നുകൊണ്ട് തലങ്ങും വിലങ്ങും പറന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉള്ള രീതിയിലാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. കിളികളാണോ പറക്കുന്നത്, വിമാനങ്ങളാണോ പറക്കുന്നത്? കൂട്ടായ രീതിയിലുണ്ടെങ്കിൽ വിമാനങ്ങൾ പറക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. അതിന് അമേരിക്ക ചെയ്തിരിക്കുന്ന കാര്യം, ഈ പ്രവൃത്തി നടത്തുന്നതിന് ഒരു 15 ദിവസം മുമ്പ് ഒരു ആക്രമണം നടത്തി അത് അവസാനിപ്പിച്ചു. പിന്നീട് സൈലൻ്റാണ്, അനങ്ങിയതേയില്ല. അപ്പോൾ അനങ്ങാതിരിക്കുന്ന സമയത്ത് ആ രാജ്യം വെനിസുല മനസ്സിലാക്കുന്നത് അവരിനി യുദ്ധമൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ്. എന്നാൽ പുതിയൊരു യുദ്ധതന്ത്രം മെനയുകയാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ വെനിസുല പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഇങ്ങനൊരു സംഗതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം റഷ്യയെങ്കിലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ടിയിരുന്നു. അവർ പറയാതെയും പോയി. 2 അവസരങ്ങൾ വലിയ രീതിയിൽ അമേരിക്കക്ക് വീണ് കിട്ടി. അമേരിക്ക അത് ഉപയോഗിക്കുകയും ചെയ്തു. അടുത്ത ലക്ഷ്യം ഇറാനാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് വെനിസുല പ്രസിഡന്റിനെ ഈ അമേരിക്കയിൽ ഇറക്കിയത് എന്നും പറയുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘട്ടം, അതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, വെനിസുലയുടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ ഇപ്പോൾ അമേരിക്കയാണ് ചെയ്യുന്നത്. അല്ല, അവർക്ക് വലിയ ഇടപെടലുകൾ നടത്താൻ വേണ്ടി സാധിക്കും. തങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അവർ വാങ്ങുന്നു, ആ രീതിയിലേക്കായി. സമാന രീതികൾ എന്ത് ചെയ്യണം? ഇറാനിൽ വരണം. ഇറാനിൽ വരിക എന്ന് പറഞ്ഞാൽ ഇറാനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്ക മനസ്സിലാക്കുന്ന കാര്യം, അറേബ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ കീഴടങ്ങും. തങ്ങൾ പറയുന്ന ഇതത്തിനും രീതിക്കനുസരിച്ച് അവർ പ്രവർത്തിക്കും. കാര്യം സ്വന്തമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറവായതുകൊണ്ടാണ് തങ്ങൾ പല ഘട്ടത്തിലും സഹായിക്കാൻ വേണ്ടി വിളിക്കുന്നത്, തങ്ങളുടെ സൈനിക ബേസ് അവിടെ സ്ഥാപിക്കുന്നതും ആ രാജ്യത്തിൻ്റെ കൂടി സംരക്ഷണം ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അവർക്കൊരു കാര്യം ബോധ്യമായി, അമേരിക്ക എല്ലാ കാര്യത്തിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല, അവർ ചതിക്കും. അപ്പോൾ അതുകൊണ്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട, അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പുതിയ തന്ത്രങ്ങളും പുതിയ രീതികളും വരാണ്. അഥവാ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാക്കിയ പോലെയുള്ള ഒരു സൈനിക സംവിധാനം അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാവണം എന്നതിന് മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നാറ്റോ സഖ്യമുള്ളത്? 32ഓളം രാജ്യങ്ങൾ നാറ്റോ സഖ്യത്തിലുണ്ട്. ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു രാജ്യങ്ങളെല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് ശത്രു രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അറേബ്യൻ രാജ്യത്തും അങ്ങനത്തെ ഒരു സംവിധാനം വേണം. ഈ നിലപാടിൻ്റെ മുൻപുണ്ടായത് ചർച്ച ചെയ്തിരുന്നു, പിന്നീട് അത് ഇല്ലാതെ പോയി. പിന്നെ തുർക്കി ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അങ്ങനെ ഒരു ഏകോപന സഖ്യമൊന്നും പൂർണ്ണ തരത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അമേരിക്കക്കാരെ അവിടുന്ന് ഒഴിവാക്കുകയും സ്വയം പര്യാപ്തത നേടുകയുമാണ് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അതാണ്. തീരെ സ്വയം പര്യാപ്തത ഒരു രാജ്യം കൂട്ടു സംവിധാനത്തിലോട് കൂടിയായിട്ട് ആക്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ ഏകോപന സംവിധാനം ഉണ്ടാക്കിയാൽ അത് വലിയ രീതിയിലുള്ള ഗുണമൊന്നും ചെയ്യില്ല. അത് അവസാന ഘട്ടം ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കാര്യം ഒന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഗസയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു വെടിനിർത്തൽ ചർച്ച ഈ ഈജിപ്തിൽ വെച്ച് ഉണ്ടാക്കിയത്. 20 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. അതിലേക്ക് ഇറാൻ പങ്കെടുത്തിട്ടില്ല. ഇറാൻ ക്ഷണം ഉണ്ടായാലും തങ്ങൾ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഗസയിലുള്ള ഹമാസ് അവർ കരാർ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ 20 രാജ്യം ഉറക്കെ സംസാരിക്കുകയും കരാർ പാലിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, വേണമെങ്കിൽ ആയുധം എടുക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കരാർ ലംഘിക്കുന്നത് ഇസ്രായേലാണെങ്കിൽ ഈ 20 രാജ്യങ്ങൾ പോലും, ഈ 20 രാജ്യങ്ങളും മിണ്ടില്ല. അവർ
അതിന് അവകാശികളാണ് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടും. അതിൻ്റെ പരിണിതമായിരിക്കുന്ന ഫലം ഫലസ്തീനുകൾ അനുഭവിക്കും. 500-ലധികം തവണയാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിനു ശേഷം ഈ കരാറിനെ ഇസ്രായേൽ ലംഘിച്ചത്. ഒരു രാജ്യവും ഇറാൻ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, മൗനം പാലിച്ച് മിണ്ടാതിരുന്നു. പകരം പ്രകോപനപരമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുകൂടി ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന രീതി ഇങ്ങനെയാണ്: നിലനിൽക്കാൻ പറ്റാത്ത വിധം ആയത്തിൽ മുറിവേറ്റിരിക്കുന്നു അമേരിക്കക്ക്. അത് കടലിലും ആകാശത്തും കരയിലും. എത്ര സൈനികർ നഷ്ടപ്പെട്ടു, എത്ര ആയുധം നഷ്ടപ്പെട്ടു, എത്ര കപ്പൽ നഷ്ടപ്പെട്ടു, എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്നതിൻ്റെയൊക്കെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ലോകം ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള നാശങ്ങളാണ് അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള അറിവുകൾ ഇപ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.